ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലത്ത് 2025 അവസാനത്തോടെ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള കർശന നടപടികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. തുടക്കത്തിൽ അതിർത്തി സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിയെങ്കിലും പിന്നീട് രാജ്യത്തിനകത്ത് വ്യാപകമായ റെയ്ഡുകൾ, ദീർഘകാലമായി താമസിക്കുന്നവരെ യാതൊരു വിവേചനവുമില്ലാതെ നാടുകടത്തൽ, കുടുംബങ്ങളെ വേർപിരിക്കൽ തുടങ്ങിയ നടപടികളോടെ പൊതുജന പിന്തുണയിൽ വലിയ ഇടിവുണ്ടായി. മിന്റ് പോലുള്ള മാധ്യമങ്ങളും ആഗോള സർവേകളും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല വോട്ടർമാരും, പ്രത്യേകിച്ച് സ്വതന്ത്രരും മിതവാദികളായ റിപ്പബ്ലിക്കന്മാരും ഭരണകൂടം അതിര് കടന്നുവെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിര് കടന്നു എന്ന വികാരമാണ് പിന്തുണ ഇടിയാൻ കാരണം. 2025 ഡിസംബറിലെ AP NORC ഗാലപ്പ് സർവേകൾ അനുസരിച്ച് കുടിയേറ്റ വിഷയത്തിൽ ട്രംപിന്റെ ജനപ്രീതി മാർച്ചിൽ ഏകദേശം 50% നിന്ന് വർഷാവസാനത്തോടെ 35 മുതൽ 40% കുറഞ്ഞു. അതിർത്തി സുരക്ഷ, മതിലുകൾ പണിയുക, അനധികൃത കടന്നുകയറ്റം തടയുക തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുജന പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ പിന്തുണ തകർന്നു. ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക്, ചിക്കാഗോ തുടങ്ങിയ നഗരങ്ങളിൽ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും ICE നടത്തിയ റെയ്ഡുകൾ ആശയക്കുഴപ്പവും ക്രൂരതയും നിറഞ്ഞതായി പൊതുജനം കണ്ടു. ഇത് വലിയ തോതിലുള്ള തൊഴിലാളികളുടെ അഭാവത്തിനും വിലക്കയറ്റത്തിനും കാരണമായി. പല അമേരിക്കക്കാരും പൗരന്മാരും നിയമപരമായ താമസക്കാരും ഈ റെയ്ഡുകളിൽ ഉൾപ്പെടുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. വേഗത്തിലുള്ള നാടുകടത്തലിനേക്കാൾ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ മാധ്യമമായ മിന്റ് ഈ നടപടികൾ ഇന്ത്യൻ പൗരന്മാരെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഹൈസ്കിൽഡ് വിസകളിലും അനധികൃത കുടിയേറ്റക്കാരെയും ലക്ഷ്യമിട്ടതോടെ ഇന്ത്യൻ വംശജർ കൂടുതൽ ബുദ്ധിമുട്ടിലായി. 2025 അവസാനത്തോടെ ഏകദേശം 200 ഇന്ത്യൻ പൗരന്മാരെ ഒരു സൈനിക വിമാനത്തിൽ നാടുകടത്തിയത് മിന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തെക്കൻ അതിർത്തിയിൽ മാത്രമല്ല, ഏഷ്യയിൽ നിന്നുള്ള വിസ കാലാവധി കഴിഞ്ഞവരെയും ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട്. സീറോ ടോളറൻസ് നയം നിയമപരമായ കുടിയേറ്റത്തെയും ബാധിച്ചു. H1B വിസകൾ, ഗ്രീൻ കാർഡുകൾ എന്നിവയ്ക്ക് കൂടുതൽ പരിശോധനകൾ, വിസ നിഷേധിക്കൽ, പൗരത്വം എടുത്തുകളയൽ തുടങ്ങിയ നടപടികൾ ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ജോലി സ്ഥലങ്ങളിലെ റെയ്ഡുകൾ, കർഷകരെയും ഫാക്ടറി തൊഴിലാളികളെയും അറസ്റ്റ് ചെയ്തത് പൊതുജനങ്ങൾക്കും ബിസിനസ് ഉടമകൾക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വിതരണ ശൃംഖല തകരുമെന്ന് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൗരത്വം എടുത്തുകളയൽ എന്ന പദ്ധതിയിലൂടെ വഞ്ചന നടത്തിയതായി കണ്ടെത്തിയ സ്വാഭാവിക പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് നിയമപരമായ കുടിയേറ്റക്കാരുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതായി കണക്കാക്കപ്പെട്ടു. കുടുംബങ്ങളെ വീണ്ടും വേർപിരിച്ച് ആദ്യ ഭരണകാലത്തെ ധാർമ്മിക രോഷം വീണ്ടും ആളിക്കത്തിച്ചു. ഇത് ഉപനഗരങ്ങളിലെ സ്ത്രീകളെയും മിതവാദികളെയും അകറ്റി. ഈ തിരിച്ചടിക്ക് കാരണം ഭരണകൂടത്തിന്റെ തെറ്റായ കണക്കുകൂട്ടലാണ്. അതിർത്തിയിൽ ക്രമം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് സമൂഹത്തിൽ ആശയക്കുഴപ്പമാണ്. ദീർഘകാല താമസക്കാരെയും അത്യാവശ്യ തൊഴിലാളികളെയും ഇന്ത്യൻ വംശജരെ പോലുള്ള നിയമപരമായ കുടിയേറ്റക്കാരെയും ലക്ഷ്യമിട്ടതോടെ ഈ അജണ്ട സുരക്ഷാ നടപടിയിൽ നിന്ന് സാമ്പത്തികവും സാമൂഹികവുമായ തടസ്സമായി മാറി. ഇത് പ്രസിഡന്റിന് വർഷത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന നിർണായക മധ്യവർഗ പിന്തുണ നഷ്ടപ്പെടുത്തി.